ഹായ് ഫ്രണ്ട്സ്, മാത്ത് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫ്രാക്ഷൻസ് പാർട്ട് 3 ക്ലാസ് ആണ്. പാർട്ട് 1 ക്ലാസ്സിൽ ഫ്രാക്ഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് 2 ക്ലാസ്സിൽ ചെറിയ ഭിന്നസംഖ്യയും വലിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാനുള്ള ടിപ്സും ട്രിക്സും നമ്മൾ പഠിച്ചു. അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1 ക്ലാസ്സും പാർട്ട് 2 ക്ലാസ്സും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ക്ലാസ്സിന്റെയും ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക. എന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, സ്ഥിരമായിട്ട് PSC എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 2 ഭിന്നസംഖ്യ തന്നിരിക്കും, എന്നിട്ട് അതിനിടയിൽ വരുന്ന ഭിന്നസംഖ്യ ഓപ്ഷനിൽ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് എഴുതുക. അപ്പൊ നോക്കിക്കോ, 1/3ക്കും 1/2നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? വളരെ കുറച്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. എളുപ്പമാണ്, ഒന്നുമില്ല. 1/3ക്കും 1/2നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് കണ്ടെത്തേണ്ടത് അല്ലെ. 4 ഓപ്ഷൻസും ഉണ്ട്. ഒരു കാര്യം മാത്രം ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന 2 നമ്പേഴ്സിന്റെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 1/3യും 1/2 ആണ് അല്ലെ. അപ്പൊ ന്യൂമറേറ്റേഴ്സ് 1ഉം 1ഉം, 1 + 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് 3ഉം 2ഉം, 3 + 2 ഈക്വൽ ടു എത്ര കിട്ടി? 1 + 1 2 ഡിവൈഡഡ് ബൈ 3 + 2 5. 2/5 ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കി. ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി. അപ്പൊ 2/5 ആണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. 1/3ക്കും 1/2നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന 2 ഫ്രാക്ഷൻസിന്റെയും കൂടെ ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആൻസർ എത്രയാണ്? 2/5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 4/7നും 1/5നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് ഒന്നും ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്ത് ചെയ്യുക? 4ഉം 1ഉം കൂടി ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ശേഷം തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. ഡിനോമിനേറ്റേഴ്സ് 7ഉം 5ഉം. 7 + 5 എത്ര കിട്ടി? 4 + 1 5. 7 + 5 12. അപ്പോ 5/12 എന്ന് ആൻസർ കിട്ടി. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ എടുക്കുക, അതിന്റെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഇനി ഇല്ലെങ്കിലോ? അത് നമുക്ക് വഴിയെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2/5നും 3/8നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡിനോമിനേറ്റേഴ്സ് തമ്മിലും ആഡ് ചെയ്യുക. അംശങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുക, ഛേദങ്ങൾ തമ്മിലും ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? 2/5ഉം 3/8ഉം. അംശം അഥവാ ന്യൂമറേറ്റേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് അല്ലെ. അത് തമ്മിൽ ആഡ് ചെയ്തു. 2 + 3 ഡിവൈഡഡ് ബൈ 5 + 8. 5 + 8 എത്ര വരും? 5/13 എന്ന് വരും അല്ലെ. നോക്കിയേ, ഈ 5/13 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഓപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്തപ്പോ കിട്ടിയ ആൻസർ ഇല്ല. ഇങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യണം? ഒന്നുമില്ല, സെയിം പ്രോസസ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. അത്രയേ ഉള്ളൂ. നമുക്കിപ്പോ കിട്ടിയത് 2/5നും 3/8നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് അല്ലെ. എത്രയാണ്? 5/13. ഇനി നമ്മൾ ഈ 2/5നും 5/13നും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. അതുപോലെ 5/13നും 3/8നും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. അപ്പൊ അതിലേതെങ്കിലും നമ്മുടെ ആൻസറിൽ ഉണ്ടോ എന്ന് നോക്കാം. നോക്കിക്കോ,
2/5, അതുപോലെ 5/13. ഇതിന് ഇടയിലുള്ള ഭിന്നസംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 2 + 5 എത്ര വരും? 7 ഡിവൈഡഡ് ബൈ 5 + 13 എത്ര വരും? 18 എന്ന് വരും അല്ലെ? 18 എന്ന് വന്നു. അപ്പോ ഈ രണ്ട് ഭിന്നസംഖ്യകൾക്കും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കിട്ടി 7/18. ഇനി എന്ത് ചെയ്യണം? ഈ 5/13നും 3/8നും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. 5 + 3 8 അല്ലെ? 13 + 8 21. അപ്പൊ നമുക്ക് രണ്ട് ഭിന്നസംഖ്യകളും കൂടെ കിട്ടിയില്ലേ? ഇപ്പൊ ടോട്ടൽ നമ്മൾ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിച്ചു, 2/5നും 3/8നും ഇടയിലായിട്ട്. ഇനി ഈ 3 ഭിന്നസംഖ്യകളിൽ ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? 7/18 ഉണ്ടോ? ഇല്ല. 8/21 ഇല്ലേ? ഓപ്ഷൻ സി. അപ്പൊ നമ്മുടെ ആൻസർ 8/21 ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. 2/5നും 3/8നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുക. 2ഉം 3യും കൂടെ, അതായത് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ 2 + 3 5, 5 + 8 13, 5/13 എന്ന് കിട്ടി. പക്ഷെ 5/13 നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5/13 2/5 ഇതിന്റെ രണ്ടിന്റെ കൂടെ ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കാം. 5/13 3/8 അതിന്റെ രണ്ടിന്റെ കൂടെ ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കാം. ശരിക്കും ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ ഭിന്നസംഖ്യ, നമുക്ക് കിട്ടുന്ന ഭിന്നസംഖ്യ തന്നെ ഓപ്ഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നിർത്താം. ഇനി ഈ 5 എണ്ണം ചെയ്തിട്ടും നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉള്ള ആൻസർ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ രണ്ടിന്റെ കൂടെ ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. അതും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ കൂടെ ഇടയിലുള്ളത് കണ്ടുപിടിക്കുക. അതും ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ നോക്കുക, ശേഷം ഇത് രണ്ടും കൂടെ നോക്കുക. അത്രയൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. മാക്സിമം ഇവിടെ വരെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? രണ്ട് ഭിന്നസംഖ്യകളുടെയും കൂടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഇത് റിപ്പീറ്റ് ചെയ്ത് പോവുക. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 3/5നും 3/4നും ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ ഏത്? ക്വസ്റ്റ്യൻസ് നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് മാത്രം വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഇടയിൽ വരാത്തത് എന്നും ചോദിക്കാറുണ്ട്. നമ്മൾ ഈ ഇടയിൽ വരെ കാണുമ്പോഴത്തേക്ക് എളുപ്പം ചാടി കയറി ചെയ്തു നോക്കിയിട്ട് ഇതിനകത്തുള്ളത് ആൻസർ ചെയ്യും. അങ്ങനെയല്ല, ഇടയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കി, നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക. 3/5 അതുപോലെ തന്നെ 3/4 ഈ രണ്ട് ഫ്രാക്ഷൻസിനും ഇടയിൽ ഉള്ള ഭിന്നസംഖ്യ കണ്ടുപിടിച്ച് നോക്കുക. 3 + 3 എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 5 + 4 9 അല്ലെ? 6/9. 6/9നെ ഇനിയും വെട്ടി ചെറുതാക്കിക്കൂടെ? 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6ൽ 2 വരും, 9ൽ 3 വരും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2/3 എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമ്മൾ ആദ്യത്തെ ഭിന്നസംഖ്യ കണ്ടുപിടിച്ചു, 2/3. 2/3 ഓപ്ഷൻസിൽ ഉണ്ടോ? ഉണ്ട്. 2/3 ഉണ്ട്. ചിലര് ഇവിടെ വെച്ചിട്ട് അങ്ങ് നിർത്തും. ഓപ്ഷൻ എ ശുഭം. അങ്ങനെയല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇടയിൽ വരാത്ത ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. 2/3 ഇടയിൽ വരും എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാം. അപ്പൊ ഇനി ബാക്കി 3 ഭിന്നസംഖ്യകളുണ്ട്. ആ 3 ഭിന്നസംഖ്യകളിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ആ 3ഉം ഇവിടെ വരുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക? 3/5നും അതുപോലെ 2/3ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. 3 + 2 എത്ര വരും? 5 ഡിവൈഡഡ് ബൈ 5 + 3 എത്ര വരും? 8 അല്ലെ? 5/8. 5/8 ഉണ്ടോ? 5/8 ഉണ്ട്. അപ്പോ 5/8ഉം 2/3യും ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും അല്ല എന്ന് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുക? അടുത്തതും കൂടെ കണ്ടുപിടിക്കുക. 2/3ക്കും 3/4നും ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 2 + 3 5, 4 + 3 7 അല്ലെ? 5/7. 5/7 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി.
അപ്പൊ ഓപ്ഷൻ എ വരുന്നുണ്ട്, ഓപ്ഷൻ സി വരുന്നുണ്ട്, ഓപ്ഷൻ ഡിയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരാത്ത ഭിന്നസംഖ്യ ഏതാണ്? 4/5 ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 4/5 ആണ്. ക്ലിയർ ആയോ? ഒന്നുമില്ല, നമ്മൾ ചെയ്തതെല്ലാം ഒരേപോലെയാണ്. ക്വസ്റ്റ്യനിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇടയിൽ വരാത്ത ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഇടയിൽ വരാത്തത് ചോദിച്ചാലും എന്ത് ചെയ്തു നോക്കിയാൽ മതി? ഇടയിൽ വരുന്ന ഭിന്നസംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി അല്ലെ? അപ്പൊ നമ്മൾ 2/3, 4/5, 5/7, 5/8 ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഇതിന്റെ ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ എന്ന് നോക്കി 4/5 ആണ്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് വന്നാലും ചെയ്യത്തില്ലേ? എളുപ്പല്ലേ? ഈക്വൽ ഫ്രാക്ഷൻസ്, സമാന ഭിന്നങ്ങൾ അഥവാ തുല്യ ഭിന്നങ്ങൾ. എന്താണ് ഈക്വൽ ഫ്രാക്ഷൻസ്? നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻസ് ആണ് ഈക്വൽ ഫ്രാക്ഷൻസ്. ഓക്കെ, എന്താണ്? സമാന ഭിന്നങ്ങൾ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുകയോ ഗുണിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭിന്നസംഖ്യകളാണ് സമാന ഭിന്നങ്ങൾ. അപ്പൊ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. നോക്കി, 10/9. 10/9ന്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 10/9, ന്യൂമറേറ്റർ 10, ഡിനോമിനേറ്റർ 9. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10നെ നമുക്കിപ്പോ 2 എടുക്കാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 9നെയും അപ്പൊ എന്ത് ചെയ്യണം? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 20/18 എന്ന് കിട്ടും. അപ്പൊ ഈ 20/18 എന്താണ്? 10/9ന്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ ആണ്. ഇനി വേറൊരു ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് നോക്കിയാലോ? 10 × 3. അപ്പൊ 3 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 9നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര വരും? 10 × 3 30 ഡിവൈഡഡ് ബൈ 9 × 3 27. അപ്പൊ 30/27 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ 10/9ന്റെ 2 ഈക്വൽ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഇനി 2/5. 2/5ന്റെ 2-3 ഈക്വൽ ഫ്രാക്ഷൻസ് തന്നെ കണ്ടുപിടിച്ചേ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് നോക്കിയാൽ മതി, മനസ്സിലായില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിർത്തിക്കോ. 2/5, 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര വരും? 4/5നെയും അപ്പൊ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 4/10 എന്ന് വന്നു. ഇതൊരു ഈക്വൽ ഫ്രാക്ഷൻ അല്ലേ? അടുത്ത നോക്കി, 2/5നെ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 3, 5 × 3 എത്ര വരും? 6/15 എന്ന് വരും അല്ലെ? അപ്പൊ ഇതും ഒരു ഈക്വൽ ഫ്രാക്ഷൻ അല്ലേ? ഇനി വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 5നെയും എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വരും? 2 × 5 10 ഡിവൈഡഡ് ബൈ 5 × 5 25. അപ്പൊ 10/25 ഒരു ഈക്വൽ ഫ്രാക്ഷൻ അഥവാ സമാന ഭിന്നമാണ്. ഇനി അടുത്ത് നോക്കി, 16/24. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 16/24നെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 16 ഡിവൈഡഡ് ബൈ 2, 24 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 16/2 8 എന്ന് വരും അല്ലെ? ബൈ 24/2 12 എന്ന് വരും. അപ്പൊ 8/12 16/24ന്റെ ഒരു സമാന ഭിന്നമാണ്. അടുത്ത ഒരെണ്ണം നോക്കിയേ, 16 ഡിവൈഡഡ് ബൈ 4. 4 ചെയ്താലോ? ബൈ 24 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 16/4 4 അല്ലെ? 24/4 6.
അപ്പൊ 4/6 എന്ന് കിട്ടി. അപ്പൊ 4/6 8/12 16/24 ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻസ് എന്നുള്ള ഐഡിയ മനസ്സിലായോ? എന്താണ്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻസിനെയാണ് ഈക്വൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 2/3 തുല്യമായ ഭിന്നസംഖ്യ ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഭിന്നസംഖ്യ കിട്ടുമോ എന്ന് നോക്കുക. അപ്പൊ ഇവിടെ നോക്കിയേ, ചെറിയ സംഖ്യയാണ് അല്ലെ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉള്ളതെല്ലാം ഇതിനേക്കാളും വലിയ നമ്പേഴ്സും ആണ്. അപ്പൊ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 14 കിട്ടുക? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലെ. 2നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 കിട്ടും. അതുപോലെ 3യെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എത്ര വരും? 21 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയല്ലേ നമ്മുടെ ആൻസർ. 14/21 ആണ് നമ്മുടെ ആൻസർ. ഇതിപ്പോ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ആൻസർ ഉള്ളത് കൊണ്ട് ഓക്കെ. അല്ല, ഇതായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? 2നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നതെന്ന് നോക്കാം. 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. ആ 6 കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ 24 കിട്ടുന്നുണ്ടോ നോക്കുക. 3 × 6 24 ആണോ? അല്ല. അപ്പൊ ഇത് തെറ്റാണ്. അങ്ങനെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഫ്രാക്ഷണൽ നമ്പറിനേക്കാളും വലിയ വലിയ നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് വെട്ടി ചെറുതാക്കി ക്യാൻസൽ ചെയ്ത് നോക്കുക. അപ്പൊ ഈ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും തുല്യ ഭിന്നസംഖ്യ അല്ലെങ്കിൽ സമാന ഭിന്നം. ക്ലിയർ ആണോ? അപ്പൊ ഒന്നെങ്കിൽ ഇതിനെ ക്യാൻസൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വേണേലും ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് വേണേലും നോക്കാം. ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് ആ രീതിയിൽ ചെയ്യാം. അടുത്ത നോക്കി. 16/56 സമാന ഭിന്നം കണ്ടെത്തുക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ചെറുതാണ് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്താണ്? ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് നോക്കുന്നതായിരിക്കും എളുപ്പം എന്ന് മനസ്സിലായി. അപ്പൊ നോക്കി, 16/56 എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 വരും. ഇവിടെ എത്ര വരും? 28 വരും അല്ലെ. അപ്പൊ 8/28. വീണ്ടും ക്യാൻസൽ ചെയ്തൂടെ? 8/28 ഇവിടെ ഇല്ല. അപ്പൊ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും? 4. ഇവിടെ എത്ര വരും? 14 എന്ന് വരും അല്ലെ. ഇനി 4/14 ഓപ്ഷനിലുണ്ടോ? ഇല്ല. 4നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. 14നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുക. എത്ര വരും? 7. അപ്പോ 2/7 എന്ന് കിട്ടി. ഇനി ഫർദർ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 2/7 ഓപ്ഷനിലുണ്ടല്ലോ. ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഇത് LGSനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 2/3 തുല്യമായ ഭിന്നസംഖ്യ. അപ്പൊ എന്ത് ചെയ്യുക? ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ വലിയ വലിയ സംഖ്യകളാണ് തന്നിരിക്കുന്നതെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. അല്ല 16/56 അതിനേക്കാളും ചെറിയ സംഖ്യകളാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് അല്ലെ. ചെറിയ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഭിന്നസംഖ്യ അല്ല, ചെറിയ ചെറിയ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ചെറിയ നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? എളുപ്പമാണോ? അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് ക്വസ്റ്റ്യനിലോട്ട് വരാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയാലോ. 36/54 സമാന ഭിന്നം ഏത്? അഥവാ ഈക്വൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നോക്കി, 36ഉം 54ഉം വലിയ നമ്പേഴ്സ് ആണ് അല്ലെ. അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. 9, 5, 6, 2. അപ്പൊ എന്തായിരിക്കും എളുപ്പം? ക്യാൻസൽ ചെയ്ത് നോക്കുന്നതല്ലേ എളുപ്പം. അപ്പൊ എന്ത് ചെയ്യുക? 36/54 മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക. 36ലും 54ലും 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 18 വരും അല്ലെ. 54ല് 27 വരും അല്ലെ.
ഇനി നോക്കിയേ 18, 27. 2 വെച്ചിട്ട് പറ്റുമോ? ഇല്ല. 27 പറ്റത്തില്ല. 3 വെച്ചിട്ട് പറ്റത്തില്ലേ? അപ്പൊ എത്ര വരും? ഇവിടെ 6 വരും. 6 into 3 18. 27 9 വരും അല്ലെ? 3 into 9 27. ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തൂടെ? 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 2 വരും. ഇവിടെ എന്ത് വരും? 3 വരും. അപ്പൊ നമ്മുടെ ആൻസർ 2/3 എന്ന് വന്നു. ഓപ്ഷനിൽ നോക്കിയേ, ഓപ്ഷൻ ഡി 2/3. അപ്പോ ആൻസർ 2/3 ആണ്. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ. 4th ക്വസ്റ്റ്യൻ. 4/5ന്റെ സമാന ഭിന്നം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, 4ഉം 5ഉം ചെറിയ നമ്പേഴ്സ് ആണ്. ഓപ്ഷൻസിൽ വന്നിരിക്കുന്നതെല്ലാം 16, 8, 20, 16 വലിയ നമ്പേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് മാക്സിമം സിംപ്ലിഫൈഡ് ഫോമിലാക്കി നോക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ഫ്രാക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ. നോക്കിയേ, 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 16 വരുന്നത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെ? 4 into 4 16. അപ്പൊ ഈ 4/5ന്റെ ഈക്വൽ ഫ്രാക്ഷൻ ആണ് 16/24 എങ്കിൽ 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ വരും. നോക്കിയേ, 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ 20 ആണോ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല. അപ്പൊ ഇത് ഈക്വൽ ഫ്രാക്ഷൻ അല്ല. അടുത്ത് നോക്കിയേ, 8/12. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 അല്ലേ? ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 12. അപ്പൊ ഇതും 4/5ന്റെ ഈക്വൽ ഫ്രാക്ഷൻ അല്ല. അടുത്തത് നോക്കിയേ, 20/24. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20 വരിക? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. 4 into 5 20. അങ്ങനെയാണെങ്കിൽ 5നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 25 ആയിരുന്നു വരേണ്ടത്, ഇവിടെ 24. അപ്പൊ അതും ഈക്വൽ ഫ്രാക്ഷൻ അല്ല. ഇനി ഇത് നോക്കിയേ, 4th ഓപ്ഷൻ. 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 എന്ന് വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്റർ 5. 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ? 20 വന്നില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ 16/20 എന്നാണ്. ക്ലിയർ ആണോ? എന്താ നമ്മൾ ചെയ്തത്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അത് വന്നിട്ടുണ്ടോ? ഈ ഓപ്ഷൻസിൽ എവിടെയെങ്കിലും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ സമാന ഭിന്നം അഥവാ ഈക്വൽ ഫ്രാക്ഷൻ കഴിഞ്ഞു. നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലോട്ട് പോയാലോ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഭിന്നസംഖ്യകളുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അഥവാ ഗുണന വിപരീതം അഥവാ വ്യുൽക്രമം കണ്ടുപിടിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കുന്നതിനൊക്കെ മുന്നേ എന്താണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയണ്ടേ? ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 1 കിട്ടണം. ആ ഭിന്നസംഖ്യയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. 2/3യുടെ വ്യുൽക്രമം അഥവാ ഗുണന വിപരീതം കണ്ടുപിടിക്കണം. 2/3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നതെന്ന് നോക്കിയാൽ പോരെ. നോക്കിയേ, 2/3 ഇൻറ്റു ഒരു ഭിന്നസംഖ്യ ഈക്വൽ ടു 1 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഭിന്നസംഖ്യയാണ് നമ്മൾ ഗുണന വിപരീതം എന്ന് പറയുന്നത്. 2/3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും 1 കിട്ടുന്നത്? എളുപ്പല്ലേ? എന്താണ്? ഇതങ്ങ് തിരിച്ചിട്ടാ പോരെ. 3/2 അല്ലെ? 2/3യെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ 3/2നെയാണ് നമ്മൾ ഗുണന വിപരീതം അഥവാ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മറ്റൊരു പേരുകൂടി ഉണ്ട്, വ്യുൽക്രമം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ 3 ടേംസിൽ ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. അപ്പൊ 2/3യുടെ വ്യുൽക്രമം കണ്ടുപിടിക്കാൻ ഇതിനെ നേരെ തിരിച്ചിടുക, 3/2. അങ്ങനെയാണെങ്കിൽ 5/8ന്റെ വ്യുൽക്രമം എന്തായിരിക്കും? 8/5 ആയിരിക്കും. നേരെ തിരിച്ചിട്ടാ പോരെ. 8/5 ആണ് 5/8ന്റെ വ്യുൽക്രമം. ഇത് ഞാൻ ആ കോൺസെപ്റ്റ് ആണ് പറഞ്ഞത്. എന്ത് ചെയ്യണം? 2/3യെ
എന്തോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. ആ സംഖ്യയാണ് 2/3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. തിരിച്ച് 3/2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? 2/3 ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത് നോക്കിയേ, -4/5. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നുണ്ടായിരിക്കും, ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ആ മൈനസ് അതുപോലെ ഇടുക. ശേഷം 4/5നെ തിരിച്ചിടുക. 5/4 ഇതാണ് വ്യുൽക്രമം. -5/4. അങ്ങനെയാണെങ്കിൽ നോക്കി, 3 and 1/2. 3 and 1/2 മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ വ്യുൽക്രമം അഥവാ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്തായിരിക്കും ചെയ്യുക? 3 അങ്ങനെ ഇട്ട് 1/2നെ തിരിച്ചിടണം ആണോ? അല്ല. ആദ്യം ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. അതിനുശേഷം അതിന്റെ വ്യുൽക്രമം കണ്ടുപിടിക്കുക. അതായിരിക്കും 3 and 1/2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? 3 and 1/2നെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോ എന്ത് കിട്ടും? എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ, എന്നാലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ 3 and 1/2നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ 3 into 2 plus 1 whole divided by 2 അല്ലെ? 3 into 2 plus 1 whole divided by 2 അല്ലെ? 3 into 2 6. 6 plus 1 7. 7/2 എന്ന് വരും ആണല്ലോ. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 3 and 1/2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ 7/2 എന്ന് കിട്ടി. ഇനി ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താണ്? തിരിച്ചിട്ടാ പോരെ, 2/7 എന്ന് വരും. അപ്പൊ 7/2ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2/7 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം കൂടി നോക്കാം. 5 and 3/7. 5 and 3/7 എന്ത് ചെയ്യുക? ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. എങ്ങനെയാണ്? 5 into 7 plus 3 whole divided by 7. 5 into 7 35. 35 plus 3 38. 38/7 എന്ന് വരും അല്ലെ? 38/7. അതിന്റെ വ്യുൽക്രമം എന്ത് വരും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എത്രയാണ്? ഇത് തിരിച്ചിട്ടാ പോരെ, 7/38 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ നേരെ തിരിച്ചിട്ടാ മതി. ഓക്കെ, ഇനി മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് നമുക്ക് തരുന്നതെങ്കിലോ ആദ്യം അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. ശേഷം ആ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? അപ്പൊ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. -4 and 3/5ന്റെ ഗുണന വിപരീതം എത്ര? നമ്മൾ നേരത്തെ ചെയ്തു ഇതുപോലത്തെ പ്രോബ്ലം. മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആ തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അല്ലെങ്കിൽ അതിനെ തിരിച്ചിടുക. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു മൈനസ് കൂടെ വന്നിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. മൈനസ് വരുമ്പോ ആ മൈനസ് പുറത്ത് അങ്ങനെ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കുക. അതെങ്ങനെയാണ്? 4 into 5 plus എത്രയാ? 3 അല്ലെ? 4 into 5 plus 3 whole divided by 5. എന്താ ചെയ്യാ? 4 into 5 plus 3 divided by 5. പാർട്ട് 1 കണ്ടാ മതി. അപ്പൊ എത്ര വരും? -4 into 5 20 plus 3 divided by 5 equal to എത്ര കിട്ടി? -20 plus 3 23 divided by 5 എന്ന് കിട്ടി. ഇവിടെ വെച്ച് നിർത്താവോ? ഇല്ല, നമ്മൾ ഒരു സ്റ്റെപ്പേ ചെയ്തിട്ടുള്ളൂ. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അതായിരിക്കും നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ മൈനസ് അങ്ങനെ തന്നെ ഇടുന്നു, ഇതിനെ തിരിച്ചിടുക. 5/23. അപ്പൊ -5/23 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഗുണന വിപരീതം നല്ലപോലെ മനസ്സിലായല്ലോ. ഗുണന വിപരീതത്തിന്റെ മറ്റൊരു പേരാണ് വ്യുൽക്രമം, മൾട്ടിപ്ലിക്കേറ്റീവ്
ഇൻവേഴ്സ്. ഒരു ചെറിയ ഭാഗം കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. LGS 10th പ്രിലിംസ് 12th പ്രിലിംസ് പോലെയുള്ള എക്സാമിനൊക്കെ ചോദിച്ചു വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കി, 60ന്റെ 3/2 ഭാഗം എത്ര? അങ്ങനെയല്ലേ വായിക്കുക? 2/3, 3/2 എന്നാണ് മലയാളത്തിൽ വായിക്കുക. 50ന്റെ 5/3 ഭാഗം എത്ര? 1/4ന്റെ 3/4 ഭാഗം എത്ര? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. 60ന്റെ 2/3 എത്രാന്ന് ചോദിച്ചാല് 60 ഇൻറ്റു 3/2, 3/2. 60 ഇൻറ്റു 2/3 എത്ര വരും? ക്യാൻസൽ ചെയ്യുമ്പോ 20 വരും അല്ലെ? അപ്പൊ 20 ഇൻറ്റു 2 40 എന്ന് വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, 50 എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3/5. 5 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. 10 ഇൻറ്റു 3 30. അങ്ങനെയാണെങ്കിൽ അടുത്ത പറഞ്ഞേ, സെയിം രണ്ട് ഭിന്നസംഖ്യകളും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1/4 ഇൻറ്റു 3/4 എത്ര വരും? 1 ഇൻറ്റു 3 3, 4 ഇൻറ്റു 4 16, 3/16 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ ഇത്രേന്റെ ഇത്ര ഭാഗം എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചു. ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിന്റെ ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു അല്ലെ? അതിന് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു അല്ലെ? എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയി. അത് എക്സാമിന് രണ്ട് രീതിയിൽ ചോദിക്കാം. രണ്ട് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനിടയിൽ വരുന്ന സംഖ്യ ഏതാണെന്ന് ചോദിക്കാം, വരാത്ത സംഖ്യ ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ വലിയ എക്സാംസ് ഒക്കെ ആണെങ്കിൽ ഇൻസേർട്ട് 3 ഫ്രാക്ഷൻസ് ബിറ്റ്വീൻ ഇന്ന ഫ്രാക്ഷൻ ആൻഡ് ഇന്ന ഫ്രാക്ഷൻ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? ഈക്വൽ ഫ്രാക്ഷൻ അഥവാ സമാന ഭിന്നം. എന്താണ് സമാന ഭിന്നം? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷനെയാണ് നമ്മൾ തുല്യഭിന്നം അഥവാ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അഥവാ ഗുണന വിപരീതം കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു അല്ലെ? മറ്റൊരു പേര് വ്യുൽക്രമം. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഭിന്നസംഖ്യയെ തിരിച്ചിട്ടാ മതി. മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക, എന്നിട്ട് ആ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടുന്നതിനെ തിരിച്ചിടുക. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അവസാനത്തെ ഒരു ടൈപ്പ് വളരെ എളുപ്പമാണ്. 60ന്റെ 1/2 ഭാഗം എത്ര? എന്ത് ചെയ്താൽ മതി? രണ്ടു കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് ഫ്രാക്ഷൻസ് വരുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതി. എളുപ്പമല്ലേ? അപ്പൊ ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ പഠിച്ചെങ്കിലും എല്ലാം വളരെ ബേസിക് ആണ്, വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. എക്സാംസിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോർഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് ഒക്കെ കണ്ടവര് കമന്റ്സ്, ഒത്തിരി കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു. ഒത്തിരി നന്ദി. നിങ്ങളുടെ നല്ല ഫീഡ്ബാക്കിനും ഒത്തിരി നന്ദി. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you. Keep watching.